നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോനെ, ഞാനും ഇവളും ഇനി ചെമ്പകമംഗലത്തേക്കില്ല. എന്തുകൊണ്ട് വരുന്നില്ല? എനിക്ക് മനസ്സിലാവാത്ത ചോദ്യം. എന്നോട് അവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് അമ്മയാ. അമ്മ വിളിക്കാതെ ഞാൻ ഇനി ചെമ്പകമംഗലത്തേക്കില്ല. എന്താ അമ്മ ഇത്? ഒന്ന് ഇരുണ്ട് വിളിക്കുമ്പോ തീരുന്നതാണോ അമ്മയ്ക്ക് ചെമ്പകമംഗലമായിട്ടുള്ള ബന്ധം? എത്ര കൂട്ടിക്കിഴിച്ചു നോക്കിയിട്ടും എനിക്കൊരു കാര്യം മനസ്സിലായി കാർത്തി. ഞാൻ എല്ലാവർക്കും അന്യ. എല്ലാവർക്കും എന്ന വാക്ക് ഇപ്പൊ പിൻവലിച്ചോണം, അല്ലെങ്കിൽ ഈ കാർത്തിയുടെ സ്വഭാവം മാറും. ഞാൻ ഇന്ന് വരെ എന്റെ ദേവമ്മയോട് ഒരു ധിക്കാരവും പറഞ്ഞിട്ടില്ല, ഇനി പറയേയില്ല. സങ്കടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ അത് ധിക്കാരമായിട്ട് കരുതരുത്. ഇല്ല മോനെ, എന്റെ കാർത്തി എനിക്കറിയില്ലേ. ഈ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന ഞാൻ ഏറെയും ഈ ലോകം കണ്ടത്. എന്റെ ദേവമ്മയോട് ഒട്ടി നിന്ന ഞാൻ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കണ്ടത്. സ്നേഹമെന്ന് പറഞ്ഞാൽ അതൊരു കടലോളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ദേവമ്മയിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് എന്റെ കൂടെ വാ മീനാക്ഷി, വാ പോവാ. അമ്മേ, തടസ്സമൊന്നും പറയണ്ട, വെറുതെ എന്നെ വിഷമിപ്പിക്കല്ലേ. നീ ഈ അമ്മയെ സ്നേഹിക്കുന്നില്ലേ? എന്താ അതിന് സംശയമുണ്ടോ? ഞാൻ എന്റെ പ്രാണനെ പോലെ എന്റെ ദൈവമേ സ്നേഹിക്കുന്നു. ഈ അമ്മയ്ക്ക് ഒരു ആത്മാഭിമാനം ഇല്ലേ മോനെ? ഞാൻ മജ്ജയും മാംസമുള്ള ഒരു സ്ത്രീയല്ലേ? കല്ലുകൊണ്ടല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത്. എനിക്കൊരു ഹൃദയമില്ലേ മോനെ? ശ്രീകൃഷ്ണന്റെയോ യേശുക്രിസ്തുന്റെയോ ശ്രീബുദ്ധന്റെയോ മനസ്സല്ലല്ലോ എനിക്കുള്ളത്. ഞാനൊരു പാവം പെണ്ണ. വിധി എന്നെ ഒത്തിരി വേട്ടയാടിന്ന് വെച്ച് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് ഞാൻ നിൽക്കണോ മോനെ? അമ്മ എന്താ അർത്ഥമാക്കുന്നത്? അമ്മ എന്നോട് നിഷ്കരണം ഇറങ്ങി പോവാൻ പറഞ്ഞു. അത് കേട്ട് നിന്ന അച്ഛൻ ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ല. ആരും ഒരു വാക്കുകൊണ്ട് പോലും എന്നെ അനുകൂലിച്ചില്ല. എന്റെ കണ്ണീരും പിടയുന്ന എന്റെ മനസ്സും ആരും കണ്ടില്ല. ഇനി അമ്മ അവിടെ വന്ന് ജീവിക്കുന്നതല്ലേ നല്ലത്? ആത്മഹത്യയല്ലേ മോനെ? വേണ്ട, അമ്മ വരണ്ട. പക്ഷേ അമ്മയും ഇവളെയും അങ്ങനെ പെരുവഴിയിൽ തള്ളിവിട്ടിട്ട് ഈ കാർത്തിക്ക് പോവില്ല. നിങ്ങളെ ഞാൻ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കാം. എവിടെ? മാധുരി ആന്റിയുടെ വീട്ടില്. എന്റെ അമ്മയുടെ വീട്ടിലോ? എന്റെ അമ്മയ്ക്ക് വേറെ വീടുണ്ടോ? നിന്റെ അമ്മയ്ക്ക് തറവാടുണ്ട്, ബന്ധുക്കളുണ്ട്. അവരെ ആരെയും നിന്നെ കാണിക്കാതിരുന്നത് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കുറ്റം. നേരാണോ ACP പറയുന്നത്? ഈ പകല് പോലെ സത്യം. അവിടെ നിന്നെ കാത്തിപ്പോഴും ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. നിന്റെ മുത്തശ്ശൻ മാധവൻ നമ്പ്യാർ. വാ.
ഇത് ആരാണെന്ന് മുത്തശ്ശന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിച്ചെന്റെ തല പോയിക്കാതെ നിങ്ങൾ തന്നെ പറ കാർത്തി. അച്ഛാ, ഇത് മീനാക്ഷി, ജയേട്ടന്റെ മാധുരിയുടെ മകളാ. ഏ? മീനാക്ഷി അല്ലേ? അതെ. മോളെ നന്ദിനി, സുഖം തന്നെയല്ലേ? അതെ അച്ഛാ. എന്തു സുഖമല്ലേ? വെറും ഔപചാരികമായ ചോദ്യമായിരുന്നു എന്റേത് അല്ലേ? നിന്നോട് ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് തന്നെ ആകെ ഒരു കുറ്റബോധം. എന്താ അച്ഛാ ഇത്? എനിക്ക് സുഖം തന്നെയാ, ഒരു ടെൻഷനും ഇല്ല, സമാധാനം മാത്രം. നീ അങ്ങനെ പറയൂ, അതാ നിന്റെ മനസ്സിന്റെ ഔന്നത്യം. നിന്റെ മനസ്സ് കാണാൻ പറ്റാതിരുന്നവർ നിർഭാഗ്യവാന്മാരാ. അച്ഛാ, ഇവിടെ മറ്റാരും ഇല്ലേ? ഉണ്ട്. എനിക്ക് ആഹാരമൊക്കെ വച്ചു തരാൻ ഒരു സഹായിയുണ്ട്. ഞാൻ വിളിക്കാം. ജലജേ, സാറേ. ചായ എടുക്ക്. ശരി സാറേ. ചെമ്പകമംഗലത്ത് കൈമൾക്കും രാജലക്ഷ്മിക്കും ഒക്കെ സുഖം തന്നെ അല്ലേ മോളെ? സുഖാണ് അച്ഛാ. ഞാൻ കൊച്ചുമകളാണെന്ന് അറിഞ്ഞിട്ടും ഈ മുത്തശ്ശൻ എന്താ എന്നോട് ഇത്ര ഗൗരവം? ഈ സ്ത്രീയോട് സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ അത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.